നമസ്കാരം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കാഷ്വൽ ലീവിനെ കുറിച്ചും കോമ്പൻസേഷൻ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്നിവയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ കാഷ്വൽ ലീവിനെ പറ്റി ആദ്യം പറയാം. കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ലീവല്ല. നമ്മൾ റൂൾ അനുസരിച്ച് ലീവായിട്ടല്ല ഈ കാഷ്വൽ ലീവിനെ പറയുക. ഇതൊരു ഡ്യൂട്ടി എന്ന നിലയിലാണ് നമ്മൾ കാഷ്വൽ ലീവിനെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഷ്വൽ ലീവ് എന്ന് പറയുന്ന ഒരു ലീവ് എടുത്താൽ അതെല്ലാ കാര്യത്തിനും നമ്മൾ കൂട്ടും. ഈവൻ ഏൺ ലീവിന് പോലും കൂട്ടും. ഏൺ ലീവിന് കൂട്ടുന്നത് നമുക്കറിയാലോ. കണക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി 11 ദിവസത്തെ ഡ്യൂട്ടിക്കാണ് നമ്മൾ, അതിൽ ഹോളിഡേയ്സും വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ദിവസം ഏൺ ലീവ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ കാഷ്വൽ ലീവിനെ ഡ്യൂട്ടി ആയി കണക്കാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു കണക്ക് കൂട്ടലുകൾ നടത്തുന്നത്. കാഷ്വൽ ലീവ് അര ദിവസമായിട്ട് എടുക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു മെച്ചം. അര ദിവസമായിട്ട് കാഷ്വൽ ലീവ് എടുക്കാം. മറ്റൊന്ന്, ഈ 20 ദിവസമാണ് വെക്കേഷൻ ഇല്ലാത്ത എംപ്ലോയീസിന്, ക്ലർക്കുമാരും മിനിസ്റ്റീരിയൽ സ്റ്റാഫിനൊക്കെ, വെക്കേഷൻ ഇല്ലാത്ത ജീവനക്കാർക്കെല്ലാം 20 ദിവസമാണ് കാഷ്വൽ ലീവ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ വെക്കേഷൻ ഉള്ള അധ്യാപകർക്ക് 15 ദിവസമാണ് കാഷ്വൽ ലീവ് അനുവദിച്ചുള്ളത്. ഇപ്പൊ കാഷ്വൽ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിചാരിതമായി വന്നുപെടുന്ന, കാഷ്വലായിട്ട് വരുന്ന ചില സംഭവങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒരു ലീവ് വേണ്ടി വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ അത് എടുക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് യാതൊരുവിധ ലീവുകളോടും ചേർത്ത് കാഷ്വൽ ലീവ് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ കാഷ്വൽ ലീവിൽ എടുത്തുകൊണ്ട് ഒരു 4 ദിവസം കാഷ്വൽ ലീവ് എടുത്ത് നിൽക്കെ അയാള് ഒരു കമ്മ്യൂട്ടഡ് ലീവിനോ ഹാഫ് പേ ലീവിനോ അപേക്ഷിച്ചാൽ ആ കാഷ്വൽ ലീവ് കൂടി ആ കമ്മ്യൂട്ടഡ് ലീവിലേക്ക് മാറ്റണം എന്നതാണ് സത്യം. അപ്പൊ കാഷ്വൽ ലീവും കമ്മ്യൂട്ടഡ് ലീവും കൂടി രണ്ടും കൂടി പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ ലീവ്. അപ്പൊ ഈ ലീവുകളൊക്കെ കാഷ്വൽ ലീവും ഒരു DDOയ്ക്ക് അല്ലെ കൺട്രോളിംഗ് ഓഫീസർക്ക് കാഷ്വൽ ലീവും നിഷേധിക്കാം. ലീവ് ഏത് ലീവായാലും ശരി, ലീവ് എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കൂടി അത് ഒരു അവകാശമല്ല. ചില സമയത്തൊക്കെ നമ്മുടെ ഓഫീസ് ഹെഡ്, ഓഫീസ് മേധാവി, സ്ഥാപനത്തിന്റെ താല്പര്യമാണ് എപ്പോഴും വലുത്. അപ്പൊ സ്ഥാപനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എല്ലാവരും കൂടി ലീവ് എടുത്തു പോയാൽ ആ സ്ഥാപനം വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഓഫീസ് മേധാവി ഈ ലീവുകളൊക്കെ നിഷേധിക്കാൻ അവർക്ക്, അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ലീവ് കൊടുക്കുന്നതും അനുവദിക്കുന്നതും നിഷേധിക്കുന്നതും ഒക്കെ ഒരേ ഓഫീസ് മേധാവി ആണ്. അതിനൊക്കെ അദ്ദേഹത്തിനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കാഷ്വൽ ലീവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, മറ്റൊന്നിനോടും ചേർത്തെടുക്കാൻ പാടില്ല എന്ന്. ഈ കാഷ്വൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാഷ്വൽ ലീവ് രജിസ്റ്റർ ഫോം ചെയ്യണം ഓഫീസുകളിൽ. എല്ലാ ഓഫീസുകളും കാഷ്വൽ ലീവിനായിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട്. ആ കാഷ്വൽ ലീവ് രജിസ്റ്ററിന്റെ ഫോറം എന്ന് പറയുന്നത് ഫോറം നമ്പർ 19 ആണ്. മറ്റൊരു കാര്യം, ഈ കാഷ്വൽ ലീവ് എടുക്കുമ്പോൾ 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. കാഷ്വൽ ലീവ് പ്ലസ് ഹോളിഡേയ്സ് 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ കാഷ്വൽ ലീവും ഹോളിഡേയ്സും കൂടി 15 ദിവസത്തിൽ കൂടുതൽ, ഇപ്പൊ ഒരാള് കാഷ്വൽ ലീവ് പ്ലസ് ഹോളിഡേയ്സ് 17 ആയിപ്പോയി എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ആ ലീവ്, ആ മുഴുവൻ ലീവുകളും മറ്റേതെങ്കിലും ലീവുമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. കാഷ്വൽ ലീവ് അഡ്മിസിബിൾ അല്ല അത്തരം സാഹചര്യത്തിൽ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാഷ്വൽ ലീവും ഹോളിഡേയ്സും കൂടി, ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു സ്കൂളിലെ ടീച്ചറൊക്കെ ഓപ്പണിംഗ് ഡേയിൽ കാഷ്വൽ ലീവ് എടുക്കില്ല. ഓപ്പൺ ഡേയിൽ കാഷ്വൽ ലീവ് തൽക്കാലം അഡ്മിറ്റ് ചെയ്താൽ ഓഡിറ്റിൽ പ്രശ്നമാവും. അപ്പൊ എന്താ അതിന്റെ കാരണം? വെക്കേഷനും അതൊരു ഹോളിഡേ ആയിട്ട് തന്നെ കണക്ക് കൂട്ടുന്നു. ഈ വെക്കേഷനും കാഷ്വൽ ലീവും കൂടെ വരുമ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ എത്ര ദിവസം വരും? ഈ 61 ദിവസവും പിന്നെ അതിന്റെ പ്ലസും കൂടി വരും. അപ്പോൾ വെക്കേഷനോ
തുടർന്ന് കാഷ്വൽ ലീവ് എടുക്കാൻ പാടില്ല. പിന്നെ ഹോളിഡേയ്സ് ആയിരിക്കുന്ന ഓണം, ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ ഈ ടീച്ചേഴ്സിനുണ്ട്. അവര് അതിന്റെ കൂട്ടത്തിൽ കാഷ്വൽ ലീവ് എടുത്താലും 3-4 എണ്ണം ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. രണ്ടും കൂടി 15 ദിവസം കടന്നു പോകാൻ പാടില്ല. 15 വരെ ആവാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയാനുള്ള കാര്യം എന്താണ്? ആ ഒരു ഹെഡിന്, ഒരു 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 ഉദ്യോഗസ്ഥൻ ജൂലൈ മാസത്തിലാണ് സർവീസിൽ പ്രവേശിച്ചത്. ഒരു ക്ലർക്ക് എന്ന് വിചാരിച്ചോ, ജൂലൈ മാസത്തിലാണ് സർവീസിൽ പ്രവേശിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വർഷത്തിന്റെ കലണ്ടർ വർഷം, ഒരു കലണ്ടർ വർഷത്തേക്കാണ് കാഷ്വൽ ലീവ് കണക്കാക്കുക. ജനുവരി ടു ഡിസംബർ ആണ് കാഷ്വൽ ലീവ്. അപ്പൊ ജൂലൈയിൽ ജോയിൻ ചെയ്ത ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ പകുതി കാലം കഴിഞ്ഞു. എങ്കിൽ പോലും ഈ ലീവ് സാങ്ഷനിങ് അതോറിറ്റി വിചാരിക്കുകയാണ് അയാൾക്ക് 20 കാഷ്വൽ ലീവും കൊടുക്കാം. ആരും ചോദ്യം ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് കൊടുക്കാം. അയാൾ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തതെങ്കിലും അയാൾക്ക് വേണമെങ്കിൽ 20 കൊടുക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അത് ഈ ലീവ് സാങ്ഷനിങ് അതോറിറ്റി ആയ ഓഫീസ് ഹെഡിന്റെ ഒരു പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ചില ഓഫീസ് ഹെഡുകാർ എന്ത് ചെയ്യും, ഈ 20 ദിവസം ഉള്ളെങ്കിൽ അതിനെ 3 മാസമാണെങ്കിൽ 3, 3, 3, ഒരു മാസം 3 വെച്ച് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട്. മാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട്, അല്ലാതെ കൊടുക്കുന്നവരും ഉണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ലേറ്റ് കമ്മിങ്ങിന് ചെയ്യലുണ്ട്. അത് MOPയിൽ പറയുന്ന ഒരു കാര്യമാണ്. ലേറ്റ് കമ്മിങ് 3 ദിവസം തുടർച്ചയായി 10 മിനിറ്റ് ആണ് സാധാരണ ഓഫീസിൽ ഒരാൾക്ക് ഗ്രേസ് ടൈം ആയിട്ട് അനുവദിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് 10:10 ഹാജരാവണം. 10:10 ശേഷം 1 മണിക്കൂറോളം വരെ ലേറ്റ് ആയാൽ അയാൾക്ക് ലേറ്റ് മാർക്ക് ചെയ്യുകയും അത്തരത്തിൽ 2 ലേറ്റുകൾക്ക് 3 ലേറ്റുകൾക്ക് ഒരു കാഷ്വൽ ലീവ് കണക്കാക്കുകയും വേണമെന്ന റൂള്. 3 ദിവസം ലേറ്റ് ആയിട്ട് വന്നാൽ ഒരു കാഷ്വൽ ലീവ് പോയതായിട്ട് അയാളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ഇത്രയുമാണ് കാഷ്വൽ ലീവിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് കോമ്പൻസേഷൻ ലീവാണ്. കാഷ്വൽ ലീവിൽ ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. വെക്കേഷൻ ഉള്ളവർക്ക് 15 ദിവസവും വെക്കേഷൻ ഇല്ലാത്തവർക്ക് എല്ലാ വിഭാഗത്തിനും 20. ഒരു സ്കൂളിൽ തന്നെ ഒരു സ്കൂൾ നമ്മൾ എടുത്താൽ സാധാ ടീച്ചേഴ്സിന് 15 കാഷ്വൽ ലീവും, എന്നാൽ ഹെഡ് മാസ്റ്ററിനും ഓഫീസിലുള്ള സ്റ്റാഫിനും 20 ദിവസമാണ് കാഷ്വൽ ലീവ് എന്ന് പറയും. അതേപോലെ തന്നെയാണ് അതിലുള്ള പാർട്ട് ടൈംകാർക്കും ഇതേ ദിവസങ്ങൾ കാഷ്വൽ ലീവ് അനുവദിക്കുന്നുണ്ട്. ടീച്ചേഴ്സിലുള്ള ഓഫീസ് സ്റ്റാഫ് ടീച്ചേഴ്സ് ആയിട്ടുള്ള പാർട്ട് ടൈംകാരാണെങ്കിൽ 15 ദിവസവും, മറ്റ് ഓഫീസ് സ്റ്റാഫ് ആയിട്ടുള്ളവരാണെങ്കിൽ 20 ദിവസവും അവർക്കും കാഷ്വൽ ലീവ് അനുവദിക്കും. ഇനി കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന ലീവാണ്. ജില്ലാതല ഓഫീസുകളിൽ, അങ്ങനെ വലിയ ഓഫീസുകളിൽ ഹോളിഡേയ്സിലും വർക്ക് ചെയ്യാറുണ്ട്. എല്ലാവരും ഇല്ല, 1-2 ചാർജുള്ള ക്ലർക്കുമാർക്ക് ചാർജ് കൊടുക്കുകയാണ് ചെയ്യുക. അന്നത്തെ അതിന് നമ്മൾ ഡ്യൂട്ടി ക്ലർക്ക് എന്നാ പറയാം. ഇപ്പോൾ ഒരു ഞായറാഴ്ച കളക്ടറേറ്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു ഞായറാഴ്ച. അപ്പോൾ അവിടെ ഒരു ക്ലർക്കോ 2 ക്ലർക്കോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവർക്ക് ആ ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ്, ഞായറാഴ്ച ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടി ക്ലർക്കായിട്ട് അവർ ആക്ട് ചെയ്യും. പകരം അവർ അന്ന് ഞായറാഴ്ച ഡ്യൂട്ടി എടുത്തതിന് പകരം മറ്റൊരു ദിവസം അവർക്ക് ലീവ് എടുക്കാം. ആ ഞായറാഴ്ചത്തെ ലീവ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ദിവസം ലീവ് എടുക്കുന്ന ആ ലീവിനാണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ പരമാവധി 15 കോമ്പൻസേഷൻ ലീവ് വരെ കൊടുക്കാം. അതിൻ്റെ അക്കൗണ്ടിൽ പരമാവധി 10 എണ്ണം വരെ പാടുള്ളൂ. ജോലി ചെയ്ത് ഈ ഞായറാഴ്ച ഇപ്പൊ നമ്മൾ എടുത്തെന്ന് വെച്ചു, ആ ഞായറാഴ്ച മുതൽ 3 മാസത്തിനുള്ളിൽ ഈ കോമ്പൻസേഷൻ ലീവ് എടുക്കണം എന്ന് KSRൽ പറയുന്നു. ജോലി ചെയ്ത ദിവസം മുതൽ 3 മാസത്തിനകം ആ കോമ്പൻസേഷൻ ലീവ് എടുത്തിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കോമ്പൻസേഷൻ ലീവ് എടുക്കാനും നമ്മളുടെ ഓഫീസ് മേലധികാരിയുടെ അനുമതി ആവശ്യമാണ്. നമ്മൾ ഞായറാഴ്ച വന്നില്ല, ഞാൻ തിങ്കളാഴ്ച വരൂല എന്ന് പറഞ്ഞു പോകലല്ല.
ഞായറാഴ്ച ഞാൻ ഡ്യൂട്ടിക്ക് വന്നല്ലോ, ഞാൻ തിങ്കൾ വരില്ല, അങ്ങനെയല്ല. നമ്മൾ തിങ്കൾ കോമ്പൻസേഷൻ ലീവിന് അപ്ലിക്കേഷൻ കൊടുത്ത്, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ കൊടുത്ത്, ഏത് ദിവസവും അപ്ലിക്കേഷൻ കൊടുക്കാം, വിത്തിൻ 3 months കൊടുത്ത് ആ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സ്ഥാപന മേധാവി അനുമതി കൊടുത്താലേ ഈ കോമ്പൻസേഷൻ ലീവ് എടുക്കാൻ കഴിയുള്ളൂ. കോമ്പൻസേഷൻ ലീവിനെ തുടർന്ന് ക്യാഷ് ലീവ് എടുക്കാം. കോമ്പൻസേഷൻ ലീവിനെ തുടർന്ന് ക്യാഷ് ലീവ് എടുക്കാം. എന്നാൽ ക്യാഷ് ലീവിനെ തുടർന്ന് ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പറയാതിരിക്കാൻ വയ്യ, ക്യാഷ് ലീവിനെ തുടർന്ന് കോമ്പൻസേഷൻ ലീവ് എടുക്കാൻ പറ്റില്ല. ഈ കോമ്പൻസേഷൻ ലീവും ക്യാഷ് ലീവും കൂടി 15 ദിവസം കവിയാനും പാടില്ല. കോമ്പൻസേഷൻ ലീവിനെ തുടർന്ന് ക്യാഷ് ലീവ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടും കൂടി നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി 15 ദിവസം കഴിയാൻ പാടില്ല. ഇനി അതാണ് ഇതിനെ സംബന്ധിച്ച്. കോമ്പൻസേഷൻ ലീവിൽ പ്രധാനമായിട്ട് ഒന്നുമില്ല. ഒരു ഹോളിഡേ ഒരാൾ വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് അയാൾക്ക് കൊടുക്കുന്ന ലീവാണ് കോമ്പൻസേഷൻ ലീവ്. ജോലി ചെയ്ത തീയതി മുതൽ 3 മാസത്തിനകം ആ കോമ്പൻസേഷൻ ലീവ് എടുത്തിരിക്കണം. പിന്നെ അതിന് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ അനുമതി ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമ്മൾ ഗൾഫിലൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ 4 മാസത്തിന് ഒരു 4 മാസം വരെ 4 months വരെ ഗൾഫിൽ പോകണം. അപ്പൊ അത് അപ്പൻഡിക്സ് 12 അല്ല ഏതെങ്കിലും ലീവ് എടുത്ത് പോകാനുള്ള അനുമതി നമ്മളുടെ ഓഫീസ് മേധാവിക്ക് കൊടുക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു പിന്നെ പ്രൊവിഷൻ ഉണ്ട്. 4 months, അതായത് 120 days വരെ ഓഫീസ് മേധാവിക്ക് ഈ ഒരു പർപ്പസ് തന്നെ പറഞ്ഞ് ഒരു വിദേശ സന്ദർശനത്തിന് വേണ്ടി നമുക്ക് DDOയ്ക്ക് ലീവ് അനുവദിക്കാം. ഇനി ഈ വിഭാഗത്തിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞത്, അപ്പൊ കാഷ്വൽ ലീവിനെ പറ്റിയും പറഞ്ഞു, കോമ്പൻസേഷൻ ലീവിനെ പറ്റി പറഞ്ഞു. സ്പെഷ്യൽ കാഷ്വൽ ലീവാണ് അടുത്തത്. സ്പെഷ്യൽ കാഷ്വൽ ലീവിൽ നമുക്ക് പിന്നെ പകർച്ചവ്യാധികൾ പിടിവിട്ടാൻ, കുടുംബാംഗങ്ങൾ, നമ്മൾ പകർച്ചവ്യാധി പിടിവിടുമ്പോൾ ഏറ്റവും അവസാനം ഇപ്പം നമുക്കറിയാം വന്നിട്ടുള്ള ഒരു പകർച്ചവ്യാധി എന്ന് പറയുന്നത് ചിക്കൻ പോക്സാണ്. ചിക്കൻ പോക്സ് ഇതുവരെ പകർച്ചവ്യാധിയുടെ ഒരു ലിസ്റ്റിൽ, ലീവ് എടുക്കാൻ പറ്റുന്ന ലിസ്റ്റിൽ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 4-6 months ആ ലീവ് എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ട്. പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ആർക്കെങ്കിലും പിടിപെട്ടാൽ മാത്രമേ നമുക്ക് ലീവ് കിട്ടുള്ളൂ. നമുക്കാണ് പിടിപെടുന്നത്, ജീവനക്കാരനാണ് ഈ അസുഖം പകർച്ചവ്യാധി പിടുത്തിപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് അർഹതപ്പെട്ട ലീവ് അയാൾ എടുത്തോളുക. കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രോഗങ്ങൾ, അതായത് പ്ലേഗ്, കോളറ, ടൈഫോയിഡ്, അക്യൂട്ട് ഇൻഫ്ലുവൻസ, ന്യൂമോണിയ, ഡിഫ്തീരിയ, സെറിബ്രോസ്പൈനൽ മെൻജൈറ്റിസ്, ചിക്കൻ പോക്സ്, ഇത്രയും അസുഖങ്ങളാണ് നമ്മുടെ KSRന്റെ ലിസ്റ്റിലുള്ളത്, പകർച്ചവ്യാധികളുടെ ലിസ്റ്റിൽ. അപ്പോൾ ആ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും അസുഖങ്ങൾ അവനവന് ഉദ്യോഗാർത്ഥിക്ക് തന്നെ വന്നാൽ അവർ സ്വന്തം ലീവ് എടുത്തോളാം. കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നാൽ അവർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവായിട്ട് എടുക്കാവുന്നതാണ്. അത് 15 days ആണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് സ്പെഷ്യൽ കാഷ്വൽ ലീവ്. പിന്നെ അടുത്ത മറ്റൊരു ഓരോ 3-4 ലീവിനെ കുറിച്ച് ഞാൻ പറയാം. പുരുഷന്മാർക്ക് വാസക്ടമി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട്. പേപ്പട്ടി ചികിത്സ, നമുക്കറിയാം പേപ്പട്ടി ചികിത്സയ്ക്ക് വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് നേരത്തെ കാലത്ത്, ഇപ്പോൾ അല്ലാത്ത ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് തോന്നുന്നു, 14 ദിവസമായിരുന്നു. 14 ഇഞ്ചക്ഷൻ എടുക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ അവർക്ക് 14 ദിവസം സ്പെഷ്യൽ കാഷ്വൽ ലീവ് എടുക്കാം. ഇതൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്, ജീവനക്കാർക്ക്, അവർക്ക് കൺവെയൻസ് അലവൻസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസം സ്പെഷ്യൽ കാഷ്വൽ ലീവ് എടുക്കാം. അവർക്ക് ഈ വൈകല്യവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കാണ് അത് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കുന്നത്. അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ കണ്ടീഷൻ നിർബന്ധമാണ്. കൺവെയൻസ് അലവൻസ് സാങ്ഷൻ ആയവർക്ക് മാത്രമേ ഉള്ളൂ. അത് ഈ ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസിന് പിന്നെ ഓരോ മാസവും പെർമനന്റ് കൺവെയൻസ് അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് സാങ്ഷൻ ആക്കി തരുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പാസ്സായി വരുന്നതാണ് കൺവെയൻസ്. ആ കൺവെയൻസ് അലവൻസ് മേടിക്കുന്നവർക്ക് മാത്രമേ ഈ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉള്ളൂ. ഇനി
ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അത്തരത്തിൽ അസുഖങ്ങളുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും 15 ദിവസം സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട്. കീമോതെറാപ്പിക്ക് 1 വർഷം 6 മാസം വരെ നമ്മൾ സാധാരണഗതിയിൽ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാറുണ്ട്. കിഡ്നി മാറ്റിവെക്കൽ 45 ദിവസം, ഹൃദയ ശസ്ത്രക്രിയക്ക് 45 ദിവസം. ഇനി ബ്ലഡ് ഡൊണേഷൻ, അതായത് രക്തദാനത്തിന് 4 ദിവസം സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാം. ഇതിനെല്ലാം കൺസേൺഡ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത്രയുമാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഞാനിവിടെ പറഞ്ഞതാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിച്ച കണ്ടന്റ് കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും സ്പെഷ്യൽ കാഷ്വൽ ലീവും ഒക്കെ തന്നെ ഇവിടെ വന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുന്ന കാഷ്വൽ ലീവ് കണക്ക് കൂട്ടുന്നത് പോലെ തന്നെയാണ് കോമ്പൻസേഷൻ ലീവ്. ഈ കോമ്പൻസേഷൻ ലീവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മളൊരു ഹോളിഡേ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ലീവാണ് കോമ്പൻസേഷൻ ലീവ്. അപ്പോൾ അതുകൊണ്ട് ആ കോമ്പൻസേഷൻ ലീവിനെയും നമ്മൾ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടി ആയി പരിഗണിക്കുമ്പോൾ കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും ഒക്കെ ഉള്ള ദിവസം ഈവൻ ഏൺ ലീവ് പോലും നമുക്ക് അവൈൽ ചെയ്യാം, ആ ഏൺ ലീവ് ലഭിക്കും. എന്നാൽ സ്പെഷ്യൽ കാഷ്വൽ ലീവ്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് നമ്മൾ ഇത്തരം ഏൺ ലീവ് കണക്ക് കൂട്ടുന്നതിന് പരിഗണിക്കുന്നില്ല. അപ്പം നമ്മൾ 15 ദിവസം സ്പെഷ്യൽ കാഷ്വൽ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലർക്കാണെങ്കിൽ ആ 15 ദിവസം മൈനസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഏൺ ലീവ് കണക്ക് കൂട്ടുള്ളൂ. മറ്റ് ലീവുകളെ പോലെ തന്നെ ഹാഫ് പേ ലീവ് എടുത്താലും കമ്മ്യൂട്ടഡ് ലീവ് എടുത്താലും ഒക്കെ നമുക്ക് ആ ദിവസം ഏൺ ലീവ് മൈനസ് ചെയ്യും. അതുപോലെ തന്നെയാണ് കാഷ്വൽ ലീവ് എന്നൊരറ്റത്ത് എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ കാഷ്വൽ ലീവിന് ആ കാഷ്വൽ ലീവിൻ്റെ എല്ലാ പരിഗണനകളും കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഏൺ ലീവ് കണക്കാക്കുന്നതിനെ എടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഇപ്പോൾ ഒരുവിധം എല്ലാ കാര്യവും അത്തരം കാഷ്വൽ ലീവിനെ പറ്റിയും കോമ്പൻസേഷൻ ലീവിനെ പറ്റിയും സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ പറ്റിയും ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ ഇനി ലാസ്റ്റിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അവിടെ ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ്സിനെ സംബന്ധിച്ച് ദയവായി അഭിപ്രായങ്ങൾ പറയണം. ഈ അഭിപ്രായമാണ് ഞാൻ ഏറ്റവും വില കൽപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.